ഐക്യചർച്ചയ്ക്കായി SNDP പ്രതിനിധിക്ക് NSS ആസ്ഥാനത്തേക്ക് സ്വാഗതമെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. സമുദായ ഐക്യം ചർച്ച ചെയ്യാൻ NSS ഡയറക്ടർ ബോർഡ് യോഗം ചേരും. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വീണ്ടും ജി സുകുമാരൻ നായരുടെ രൂക്ഷ വിമർശനമുണ്ടായി. NSSന്റെ അടിസ്ഥാന തത്വങ്ങൾ സംരക്ഷിച്ച് SNDPയുമായി ഐക്യം നിലപാട് വീണ്ടും NSS ജനറൽ സെക്രട്ടറി ആവർത്തിച്ചു. ഇത് സംബന്ധിച്ച് NSS ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന് ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തും. അവരുടെ ഞങ്ങൾ സംസാരിക്കും. SNDP NSS ഐക്യത്തിലൂടെ ഞങ്ങൾ യോജിപ്പുണ്ട്. പക്ഷെ അതെങ്ങനെയൊക്കെ വേണമെന്നുള്ളത് അതിൻ്റെ നടപടിക്രമം അനുസരിച്ച് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് 21-ാം തീയതി യോഗം കൂടി അതോടൊപ്പം തന്നെ തീരുമാനമെടുത്തു. അതോടൊപ്പം തന്നെ NSSനെ ഔദ്യോഗികമായിട്ട് വിവരം അറിയിക്കാൻ തീരുമാനിച്ചു. NSS SNDP ഐക്യമെന്നത് VD സതീശനും കോൺഗ്രസിനും എതിരല്ല. സതീശൻ അത്ര വലിയ ഉമ്മാക്കിയൊന്നുമല്ല. അതൊക്കെ കോൺഗ്രസുകാർ ഊതിപ്പെരിപ്പിക്കുന്നതാണെന്നും സുകുമാരൻ നായരുടെ വിമർശനം. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി വർഗീയത കാണിക്കുന്നവരാണ് വർഗീയതയ്ക്കെതിരെ പറഞ്ഞു നടക്കുന്നതെന്നും സുകുമാരൻ നായർ. അല്ല, അതിന് രണ്ടർത്ഥമുണ്ട്. ആ അർത്ഥം സതീശനല്ല എന്ന് പറഞ്ഞാൽ സതീശനെ ഒഴിവാക്കാൻ വേണ്ടിയും സതീശനോട് സ്നേഹം കൊണ്ട് പറഞ്ഞതല്ല. ഞങ്ങൾ രണ്ടുപേരും ഒരു സീരിയസ് മാറ്റർ ഉന്നയിക്കുമ്പോൾ ആ മാറ്ററിൽ പെടാത്ത കാര്യത്തിന് നമ്മളെന്തോന്നാണ് പറഞ്ഞത്? ഐക്യം NSS പറഞ്ഞത് കണ്ടീഷണലായിട്ട്. അതിനിടെ കയറി എന്ന് തന്നെയല്ല രാഷ്ട്രീയക്കാർ ആണ് കുറ്റപ്പെടുത്തിയത്. വെള്ളാപ്പള്ളി നടേശന് മാന്യതയില്ലാതെ പെരുമാറുന്ന രാഷ്ട്രീയക്കാരെയാണ് ഞാൻ പറഞ്ഞത്. അവിടെ വെള്ളാപ്പള്ളി സതീശനെ എടുത്തു വെക്കേണ്ട കാര്യം തോന്നുന്നു. അടുത്ത സർക്കാരിൽ ന്യൂനപക്ഷ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്ന സഭകളുടെ നിലപാടിൽ തെറ്റില്ല. തർക്കമുള്ള വകുപ്പുകൾ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യണമെന്നത് NSS നേരത്തെ ആവശ്യപ്പെട്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കവർച്ച വിഷയം ചർച്ച ചെയ്യപ്പെടുമെന്നാണ് കരുതുന്നത്. ഭരണ തുടർച്ച ഉണ്ടാകുമോ എന്നത് NSSന്റെ വിഷയമല്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ജനം, കോട്ടയം.